ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരിയാണ്. നമ്മുടെ മീഡിയയിൽ ഇപ്പോൾ ഹേമ ഇത് പറഞ്ഞ് ഒരു കഥ നടക്കുന്നുണ്ടല്ലോ മീഡിയയിലും എല്ലാത്തിലും. ഞാൻ അതിനെക്കുറിച്ചൊന്ന് എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിതൊക്കെ കേട്ട് കേട്ട് ചിരിയാണ് വരുന്നത്. പണ്ട് മുതലേ എല്ലാവരും പറയാറുണ്ട്, സിനിമയിൽ പോകുന്ന പെണ്ണുങ്ങളൊന്നും നന്നല്ല, സിനിമയിലെ ആണുങ്ങളും നന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് എന്ന് പറഞ്ഞാൽ, സിനിമാ നടന്മാരും സിനിമാ നടികളും വലിയ വലിയ ഹോട്ടലുകളിലും പേര് കേട്ട 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയിട്ട് പണി നടക്കുന്നു. അതുകൊണ്ട് അത് പണക്കാരൻ്റെ വെടി എന്ന് പറയാം. പാവപ്പെട്ടവർ കുടുംബം നോക്കാനും മക്കളെ നോക്കാനും വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ടാത്തത് പറഞ്ഞ് നാറ്റിച്ച് അവരുടെ ഈ ജീവിതത്തിൽ ഇനി നാറ്റിക്കാനൊന്നും ഉണ്ടാവില്ല, അമ്മാതിരി നാറ്റിക്കും. അതാണ് സമൂഹം. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഞാൻ മരിച്ചുപോയ ജയനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നടന്മാരിൽ വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഉള്ള നടന്മാരെല്ലാവരും, എല്ലാ ആൾക്കാരും ഈ ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടിട്ട് അവരുടെ പിന്നാലെ കുറേ ആൾക്കാരും പിന്നെ കുറേ ജനങ്ങളും അവർ വലിയ മറ്റേവരാണ് എന്നും പറഞ്ഞ് താങ്ങിപ്പിടിച്ച് നടക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇവരിനെ ആരുടെയും വലിയ താല്പര്യവുമില്ല, ഞാനിവരിനെ കാണാൻ ആഗ്രഹിക്കണമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവരെന്തെങ്കിലുമൊക്കെ പൈസ അവർക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവരിൻ്റെ നാറ്റക്കേസുകൾ പുറത്തറിയാതിരിക്കാനാണ്. മനസ്സിലാവുണ്ടോ? അല്ലാതെ ഇത് ഇല്ലെങ്കിൽ ഗവൺമെൻറ്റും ജനങ്ങളും ഇതിന് പ്രതികരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇവർ ഇത്ര കോടി കൊടുക്കുക, ഇത്ര ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിന് ഇത്ര കോടി, ഇത്ര ലക്ഷം, ഇത്ര കോടി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വായി തുന്നിക്കെട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ സ്ത്രീകളിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ സത്യത്തിൽ ഈ സിനിമാ നടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമാ നടി എന്ന് പറഞ്ഞാൽ ജയഭാരതിയാണ് ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ മരിച്ചുപോയ ശ്രീവിദ്യയാണ്. 3 എനിക്ക് അമ്മയിൽ വെച്ചിട്ട് കബീർ പൊന്നമ്മനെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെയാണ് അഭിനയിച്ച് എന്ന് പറയുമ്പോൾ ഞാനിവരിനെയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോകമാണ്. അതായത് പേര് സിനിമ, പക്ഷേ ഇത് ബോംബെയിലെ തെരുവ് വേസികൾ ജീവിക്കാൻ മാർഗമില്ലാതെ ബോംബെയിൽ അവർ ശരീരം വിൽക്കുന്നു. ഇവർ കാശിൻ്റെ അഹങ്കാരം, തിന്നുന്ന ഫുഡിൻ്റെ എനർജി ഇങ്ങനെ കൂടിക്കൂടിയിട്ട് ഇവർക്ക് ഇരിക്കപ്പുറതിയില്ലാണ്ട് ഇവർ ഹോട്ടലുകളിൽ പോയിട്ട് പണിയുന്നു. അതാണ് ഈ രണ്ടിലെയും തമ്മിൽ വ്യത്യാസമുള്ളത്. അവർ ശരീരം വെക്കുന്നത് ജീവിതം കഴിയാൻ വേണ്ടി, ഇവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഇവരെല്ലാം ഇപ്പോൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കോടികൾ ഉണ്ടാക്കിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവർ ഇങ്ങനെ തെറ്റ് ചെയ്ത് ഈ പെണ്ണുങ്ങൾ ആണുങ്ങളും പൈസ ഉണ്ടാക്കി എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം, ഈ ദൈവശക്തി എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം അനുഭവിക്കാൻ ഇനി അതായത് അവരിൻ്റെ ശരീരസുഖം നോക്കി ജീവിച്ചവർ മരിക്കാൻ സമയത്ത് എന്തായാലും അനുഭവിക്കാതെ ഇവർ മരിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ സത്യമാണ്. അതിന് ഒരു ചെറിയ ഷോക്ക് വന്നാൽ മതി. ഇല്ലെങ്കിൽ ഒരു BP ഷുഗർ കുറഞ്ഞു പോയി കോമയിൽ പോയിട്ട് 4-5 വർഷം, ഞാനിപ്പോൾ നോക്കിയിട്ട് കൊണ്ടിരിക്കുന്ന അമ്മച്ചി 4 വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ട് BP കൂടി. പക്ഷേ അത് അവർ ചെയ്ത എന്ത് പാപമാണോന്നറിയില്ല, അവർ കിടക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. അപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് ഒന്നും ഒരു ശാശ്വതമല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ ആൾക്കാരെ ഞാൻ റെസ്പെക്റ്റേ ചെയ്യുന്നില്ല. എനിക്ക് അവരിനെയൊന്നും ഒരു ഇതായിട്ട് തോന്നിയിട്ടുമില്ല.
ഇപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ ആൾക്കാരെന്തെല്ലാം ഭ്രാന്താണ് കാണിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് വല്ല പാവപ്പെട്ടവന് എന്തെങ്കിലും കൊടുക്കുക, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ലാതെ സിനിമാക്കാർ വരുമ്പോൾ അവരിനെ ഫോട്ടോ എടുത്ത് അത് വീഡിയോയിൽ ഇട്ടിട്ട് പൈസ അതല്ല ശരി. പാവപ്പെട്ട ജനങ്ങളെ ജനിക്കുമ്പോൾ തന്നെ ദൈവം കുറേ പാവപ്പെട്ടവരിനെയും കുറേ പണക്കാരനെയും ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശരീരം, അപ്പം ഞാൻ പറയുന്നത് ഇവരിങ്ങനെയൊക്കെ ശരീരം വിൽക്കണോ പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചിയിലും എറണാകുളത്തൊക്കെ ഈ ട്രാൻസ്ജെൻഡറുകൾ ലൈംഗികമായിട്ട് കുറേ ഇതുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാ പിന്നെ അവരിനെയൊക്കെ പീഡിപ്പിക്കാനും പോലീസ് പിടിക്കാനും കേസുണ്ടാക്കാനും പോണ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്, ഭരിക്കുന്ന ഗവൺമെൻറ് ഈ ആൾക്കാരിനെ എല്ലാവരിനെയും അതിനുള്ള ശിക്ഷ കൊടുക്കുന്നു. ഒരുപാട് പേര് ഇപ്പോൾ ഈ മീഡിയയിൽ പറയുന്നുണ്ട്. കവിയൂർ പൊന്നമ്മ, മഞ്ജു വാര്യർ, രേവതി, മീന, ഇവർ എന്നൊക്കെ പറയുന്നു. അതുപോലെ നടന്മാരിൻ്റെ പേര് പറയുന്നു. ഞാൻ ആരിൻ്റെയും പേര് പറയുന്നില്ല, നടന്മാരിൻ്റെ പേര് പറയുന്നു, നടികളുടെ പേര് പറയുന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെ ശരീരം കൊടുത്താണ് സിനിമയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമ കാണാൻ പോകുന്നവരിനെയാണ് തല്ലേണ്ടത്, അടിക്കേണ്ടത് ആദ്യം. മനസ്സിലാവുണ്ടോ? ആ സിനിമ കണ്ടിട്ട് അതിന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ജനങ്ങളിനെയാണ് തല്ലേണ്ടത് ആദ്യം. അങ്ങനെ എന്തിനാ ജനങ്ങൾ ഇങ്ങനെ നാറിയ ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഈ സിനിമയിലത്തെ ഏതെങ്കിലും ഒരു നടിമാരോ നടന്മാരോ ഒരു നല്ല കുടുംബ ജീവിതം ജീവിക്കുന്നത് 100 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 സിനിമക്കാരേ ഉണ്ടാവുള്ളൂ നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നവർ. സത്യത്തിൽ ഞാൻ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഒന്നും ഇങ്ങനെയല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ ഇരിക്കുന്നുണ്ട്. കാരണം അവർക്ക് വേറെ വഴിയില്ലല്ലോ. ഒരു കുടുംബത്തിനെ മറ വെച്ചിട്ടാണല്ലോ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ സിനിമാക്കാർ എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും ഉണ്ട്. ഏത് ഫീൽഡിൽ പോയാലും ഈ സ്ത്രീകളിൻ്റെ ശരീരത്തിന് വേണ്ടി കാമഭ്രാന്തെടുത്ത് നടക്കുന്ന ആണുങ്ങൾ മാത്രമാണ് ഈ ലോകത്തിലുള്ളത്. അത് കാരണം എനിക്ക് ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറയാൻ, ഞാൻ വെളിയിൽ വന്നിട്ട് 10-14 വർഷമായി. നാട്ടിലാണെങ്കിലും എനിക്ക് ആണുങ്ങളിനെ തീരെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ കണ്ടുകൂടാ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിന് പോയിട്ട് ഒരാണിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ നമ്മളെ കാണുന്നത് വേറൊരു രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ആണുങ്ങളിനെ ഒന്നും എനിക്ക് വിശ്വാസമില്ല. പിന്നെ അവരിനെ പരിചയപ്പെട്ട് നോക്കണം. എനിക്ക് എൻ്റെ നാട്ടിലായാലും കുവൈറ്റിലായാലും ഒരു 2-3 ആൾക്കാരുണ്ട് ഒരു നല്ല മനുഷ്യർ എന്ന് പറയാൻ. അങ്ങനത്തെ വ്യക്തികളായിരിക്കണം. അല്ലാതെ പെണ്ണിൻ്റെ ശരീരം കാണുമ്പോഴേക്ക് ആണുങ്ങളുടെ സാമാനം മേടിച്ച് നിൽക്കുന്ന ആണുങ്ങളിനെ ആണാണെന്ന് പറയാനേ പറ്റില്ല. അതെല്ലാം കാമഭ്രാന്തന്മാരും പൈസയ്ക്ക് വേണ്ടി പോകുന്ന പെണ്ണുങ്ങളിനും എന്താ ജീവിതം? ഒരു ജീവിതം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ജീവിതത്തിൽ ഇത് മാത്രമാണ് ജീവിതം എന്ന് കണക്കാക്കുന്നത് തെറ്റാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഓക്കെ, ബൈ.